സിപിഐ ജില്ലാ സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ തുടരുന്നു. കോൺഗ്രസ് ബൂർഷകളുടെ പാർട്ടിയാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ധരിച്ച മാലയിൽ പുലിപ്പല്ലുണ്ടെന്ന പരാതിയിൽ വനം വകുപ്പ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. തൃശൂർ സ്വദേശി എ മുഹമ്മദ് ഹാഷിം നൽകിയ പരാതിയിലാണ് അന്വേഷണം. മുക്കാട്ടുകരയിൽ ട്രെയിലർ ലോറി ഇടിച്ച് കലുക്കിന്റെ ഭിത്തി തകർന്നു. മുരുങ്ങുങ്ങൽ മുപ്ലി റോഡിലൂടെ അമിതഭാരം കയറ്റിയ തടിലോറികൾ പോകുന്നത് നാട്ടുകാർ തടഞ്ഞു. ചേറ്റുവ പടന്ന ചീപ്പിനോട് ചേർന്നുള്ള പാലം തകർച്ചാ ഭീഷണിയിൽ. പാലത്തിന്റെ അടിഭാഗങ്ങളിൽ കോൺക്രീറ്റ് അടർന്ന നിലയിൽ. പാവറട്ടി മനപ്പടിയിൽ വീട്ടിൽ മോഷണ ശ്രമം. മേലിട്ട് ജോസിന്റെ വീട്ടിൽ 3 മാസത്തിനിടെ 2ാം തവണയാണ് മോഷണ ശ്രമം നടക്കുന്നത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് ബൂർഷകളുടെ പാർട്ടിയാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന സിപിഐ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം രാവും പകലും ബിജെപിക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശശി തരൂരിന്റെ പേര് പരാമർശിക്കാതെ ബിനോയ് വിശ്വം പറഞ്ഞു. സിപിഎം ജില്ലാ സെക്രട്ടറി കെ വത്സരാജ് അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ പ്രതിനിധി സമ്മേളന പതാക ഉയർത്തി. KV വസന്തകുമാർ, ET ടൈസൺ MLA, NK ഉദയപ്രകാശ്, ബിനോയ്, ഷെബിൻ തുടങ്ങിയവർ അംഗങ്ങളായി ഉൾപ്പെട്ട പ്രസിഡിയം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ 395 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ 100ാം വർഷത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധ്വാനിക്കുന്ന വർഗത്തിന് ശബ്ദമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വരുംകാലം വേറുറ്റ ലക്ഷ്യബോധമുള്ള പോരാട്ടങ്ങളുടെ കാലമാണെന്നറിഞ്ഞുകൊണ്ട് എല്ലാ തുറകളിലും കമ്മ്യൂണിസ്റ്റ് ചെങ്കൊടിയുടെ മഹത്വം വർദ്ധിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരായി മുന്നേറുന്ന ലക്ഷക്കണക്കായ സമരസഖാക്കളുടെ പടനിരയാണ് CPI. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ധരിച്ച മാലയിൽ പുലിപ്പല്ലുണ്ടെന്ന പരാതിയിൽ വനം വകുപ്പ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. തൃശൂർ സ്വദേശി AM മുഹമ്മദ് ഹാഷിം നൽകിയ പരാതിയിലാണ് അന്വേഷണം തുടങ്ങിയത്. പരാതിക്കാരന്റെ മൊഴി വനം വകുപ്പ് രേഖപ്പെടുത്തി. ഈ മാസം 21-ന് പട്ടിക്കാട് റേഞ്ച് ഓഫീസിന് മുന്നിൽ ഹാജരാകാൻ നോട്ടീസ് നൽകി. സാധ്യമാകുന്ന തെളിവുകൾ സമർപ്പിക്കുവാനും നിർദ്ദേശം നൽകി. തൃശൂർ മുക്കാട്ടുകരയിൽ ട്രെയിലർ ലോറി ഇടിച്ച് കലുങ്കിന്റെ ഭിത്തി തകർന്നു. തൃശൂർ പെൻഷൻ മൂല ഭാഗത്തുനിന്ന് മുക്കാട്ടുകര വഴി പാലക്കാട് ഭാഗത്തേക്ക് പോയ ട്രെയിലർ ലോറിയാണ് അപകടത്തിന് ഇടയാക്കിയത്. TR വാസുദേവ് എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ പേരിലുള്ളതാണ് ലോറി. 2 മണിക്കൂറോളം റോഡിൽ കുടുങ്ങിയ ലോറി പുലർച്ചെ 6 മണിയോടെയാണ് മണ്ണുത്തിയിൽ എത്തിയത്. പെൻഷൻ മൂല ഭാഗത്തും മണ്ണുത്തി ഭാഗത്തും റോഡുകൾ സ്ഥാപിച്ച് വലിയ വാഹനങ്ങൾ കടന്നു പോകാതിരിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടത്. മറ്റത്തൂർ മുരുങ്ങുങ്ങൽ മുപ്ലി റോഡിലൂടെ അമിതഭാരം കയറ്റിയ തടിലോറികൾ പോകുന്നത് നാട്ടുകാർ തടഞ്ഞു. വ്യാഴാഴ്ച രാത്രിയിലാണ് വാർഡ് മെമ്പർ ലിൻഡോ പള്ളിപ്പറമ്പന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തടി കയറ്റി വന്ന ലോറി തടഞ്ഞത്. തടിലോറികൾ കടന്നു പോകുന്നത് മൂലം റോഡുകൾ കേടാകുന്നു എന്നാരോപിച്ചായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. 8 ടൺ ഭാരപരിധി നിശ്ചയിച്ചിട്ടുള്ള റോഡിലൂടെ 25 ടണ്ണിലധികം ഭാരം കയറ്റിയാണ് ഇതുവഴി തടിലോറികൾ പോകുന്നതെന്ന് വാർഡ് മെമ്പർ ലിൻഡോ പള്ളിപ്പറമ്പൻ പറയുന്നു. ഭാരപരിധി എഴുതി വെച്ച ബോർഡ് ആരോ മായ്ച്ചു കളഞ്ഞതായും വാർഡംഗം പറഞ്ഞു. മുരുക്കങ്ങൽ മുപ്ലി റോഡ് തകർത്ത് ഇതുപോലെ ഭാരവാഹനങ്ങൾ പോകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ നാട്ടുകാർ മുഴുവൻ ഒരു ദിവസം ഇവിടെ റോഡ് ഉപരോധിച്ച് അതുപോലെ തന്നെ വണ്ടി തടഞ്ഞുകൊണ്ട് CI അടക്കം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടക്കം പഞ്ചായത്ത് അധികാരികളടക്കം ഈ വിവരം രേഖാമൂലം അറിയിച്ചതാണ്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു നിസ്സംഗതാഭാവത്തോടുകൂടി ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അവര് മരം കൊണ്ടുപോയാണ്. അധികാരികളൊന്നും തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യം ഈ പരിസരത്തുണ്ടായി. ഈ നാട്ടുകാർ കണ്ടതാണ്. അപ്പോൾ വീണ്ടും നമ്മൾ പരാതി എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടും അതിന് നമ്മളെ വിളിപ്പിക്കുകയോ അതിനൊരു മറുപടി പറയുകയോ അവർ ചെയ്തിട്ടില്ല. അപ്പോൾ 1 മണിക്കൂറായി ഈ റോഡിൽ ഈ വണ്ടി ഇവിടെ നാട്ടുകാർ ഇവിടെ തടഞ്ഞിട്ടിരിക്കുകയാണ്.
ഈ റോഡിലൂടെ അമിതഭാരം കയറ്റി ലോറികൾ പോകുന്നതിനെതിരെ വനം വകുപ്പ് അധികൃതർക്കും പോലീസിനും പഞ്ചായത്ത് അധികൃതർക്കും നേരത്തെ പരാതി നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ലോറി തടഞ്ഞതെന്ന് പഞ്ചായത്ത് അംഗം പറഞ്ഞു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വെള്ളിക്കുളങ്ങര പോലീസ് എത്തി വാഹനങ്ങൾ കൊണ്ടുപോയി. ചേറ്റുവ പടന്ന ചീപ്പിനോട് ചേർന്നുള്ള പാലം തകർച്ചാ ഭീഷണിയിൽ. സ്കൂൾ വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിന്റെ വശം ഇടിഞ്ഞു കിടക്കുന്നതിനാൽ മഴവെള്ളം ഒലിച്ചിറങ്ങി പാലം തകർന്നു വീഴാൻ സാധ്യത ഏറെയാണ്. പാലത്തിന്റെ അടിഭാഗങ്ങളിൽ കോൺക്രീറ്റ് അടർന്നു നിൽക്കുന്ന നിലയിലാണ്. ഭാരമേറിയ വാഹനങ്ങൾ തീരദേശ റോഡിലൂടെ പോകുന്നതിനാൽ പല ഭാഗങ്ങളിലും പുഴയുടെ സംരക്ഷണ ഭിത്തിക്ക് വിള്ളലുണ്ടായിട്ടുണ്ട്. ഇതുമൂലം തീരദേശ മേഖലയിലുള്ള വീടുകൾക്ക് വിള്ളൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പാവറട്ടി മനപ്പടി ഇറച്ചിപ്പുരയ്ക്ക് സമീപം മേലിട്ട് ജോസിന്റെ വീട്ടിൽ വീണ്ടും മോഷണ ശ്രമം. വെള്ളിയാഴ്ച പുലർച്ചെ മോഷ്ടാവെന്ന് കരുതുന്ന വ്യക്തി വീടിന്റെ പുറകുവശത്തേക്ക് കടന്നുവരുന്ന ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ക്യാമറയിലെ ഫ്ലാഷ് ലൈറ്റ് മിന്നുകയും വീട്ടുടമയുടെ ഫോണിൽ അലറാം മുഴങ്ങുകയും ചെയ്തതോടെ മോഷ്ടാവ് മുഖം മറച്ച് തിരിച്ചു പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വീട്ടുകാർ അകത്തും പുറത്തുമുള്ള ലൈറ്റുകൾ തെളിയിക്കുകയും ചുറ്റുപാടും പരിശോധന നടത്തുകയും ചെയ്തുവെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലും ജോസിന്റെ വീട്ടിൽ മോഷണ ശ്രമം നടന്നിരുന്നു. വീട്ടുകാർ പാവറട്ടി പോലീസിൽ പരാതി നൽകി. പാവറട്ടിയിലും പരിസരങ്ങളിലും മോഷണ ശ്രമം തുടരുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പാലിയക്കര അങ്കമാലി ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. കുരുക്ക് ഒഴിവാക്കാൻ സമാന്തര പാതയിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിടുവാൻ ശ്രമിച്ചുവെങ്കിലും ഭൂരിഭാഗം സമാന്തര പാതകളും തകർന്ന നിലയിലാണ്. ദേശീയപാതയിൽ അപകടങ്ങളും തുടർക്കഥയാവുകയാണ്. കുരുക്ക് പരിഹരിക്കുവാനും റോഡ് ഗതാഗത യോഗ്യമാക്കുവാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും സമയപരിധിക്കുള്ളിൽ ഇത് സാധ്യമാകില്ലെന്നാണ് സൂചന. തൃശൂർ കുന്നംകുളം പാതയിലെ ഗതാഗതക്കുരുക്ക് ഒരാഴ്ചയ്ക്കകം പരിഹരിക്കുമെന്ന് അധികൃതർ. പൂങ്കുന്നം പുഴയ്ക്കൽ മേഖലയിലെ ഗതാഗത തടസ്സം നീക്കി റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കുമെന്ന് KSTP അധികൃതർ കളക്ടർക്ക് ഉറപ്പ് നൽകി. കഴിഞ്ഞ ദിവസം കളക്ടർ സ്ഥലത്തെത്തി റോഡിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. എരുമപ്പെട്ടി നെല്ലുവായ് സെന്ററിന് സമീപം ബൈക്കിൽ നിന്നും വീണ് മധ്യവയസ്കന് പരിക്കേറ്റു. പതിയാരം ആളൂർ വീട്ടിൽ ബോബനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ബോബനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൂരത്തിന്റെ നാട്ടിൽ താളവാദ്യ മഹോത്സവത്തിന് തുടക്കമായി. സംഗീത നാടക അക്കാദമിയുടെയും സാംസ്കാരിക വകുപ്പിന്റെയും നേതൃത്വത്തിലാണ് താളവാദ്യ മഹോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. താളവാദ്യ മഹോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം വൈകിട്ട് 5-ന് റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. 3 ദിവസങ്ങളിലായി നടക്കുന്ന താളവാദ്യ ഉത്സവം ഞായറാഴ്ച സമാപിക്കും. കൊടുങ്ങല്ലൂർ മേത്തലയിൽ +2 വിദ്യാർത്ഥിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പറമ്പിക്കുളങ്ങര എടച്ചാലിൽ പ്രദീപിന്റെ മകൾ നന്ദകൃഷ്ണയാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിൽ വീട്ടിലെ കിടപ്പുമുറിയിലാണ് നന്ദകൃഷ്ണയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ആരോഗ്യ കേരളം വെന്റിലേറ്ററിൽ വീണ ജോർജിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് SDPI ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തൃശൂർ പാലസ് റോഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് DMO ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗം SDPI ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമർ മുഖ്താർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ TM അക്ബർ, EM ലത്തീഫ്, ട്രഷറർ യഹിയ മന്ധലാംകുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി മുഹമ്മദ് റിയാസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഷ്റഫ് വടക്കൂട്ട്, റാഫി താഴത്തേത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നല്ല രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങളുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന
ഇരിങ്ങാലക്കുട നഗരസഭയിലെ UDF നേതൃത്വത്തിലുള്ള ഭരണത്തിൽ വീഴ്ചയെന്നാരോപിച്ച് CPM പൊറത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ കുറ്റവിചാരണ നടത്തി. ഭരണസമിതിക്കെതിരായ കുറ്റപത്രം വായിച്ച് ഭരണസമിതിയുടെ പ്രതീകാത്മകമായി തയ്യാറാക്കിയ രൂപത്തിൽ ചൂരലുകൊണ്ടടിച്ച് ജനകീയ ശിക്ഷ നടപ്പാക്കി. മാപ്രാണം സെന്ററിൽ നടന്ന കുറ്റവിചാരണ സദസ്സ് CPM ജില്ലാ കമ്മിറ്റി അംഗം KR വിജയ ഉദ്ഘാടനം ചെയ്തു. CPM പൊറത്തിശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി RL ജീവൻലാൽ അധ്യക്ഷനായിരുന്നു. മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കത്തോലിക്ക ബാവ ബസലിയോസ് ജോസഫിന് സ്വീകരണം നൽകി. കാട്ടുമങ്ങാട്ട് പരിശുദ്ധ അബ്രഹാം കുറിലോസ് ബാവയുടെ 223 ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായാണ് ശ്രേഷ്ഠ ബാവയ്ക്ക് സ്വീകരണം ഒരുക്കിയത്. സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസലിയോസ്, മെത്രാപൊലീത്ത, സഭാവൈദിക ശ്രേഷ്ഠർ, സഭാ ഭാരവാഹികൾ എന്നിവർ ചേർന്ന് ബാവയെ സ്വീകരിച്ചു. ആദ്യമായിട്ടായിരിക്കണം ദൈവമായ കർത്താവ് സമാശ്വസിപ്പിക്കട്ടെ. എബ്രഹാം കുറിലോസ് ബാവ, കട്ടുപോകട്ടെ വലിയ ബാവ എന്ന് ഞങ്ങൾ ബോധവൽക്കാർ അങ്ങനെ തന്നെയാണ് ഇവിടെയും അറിയപ്പെടുന്ന വിശ്വസിക്കുന്നു. ആക്സ് രജത ജൂബിലിയോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ബ്രാഞ്ചിന്റെ സൗജന്യ ഡയാലിസിസ് കെയർ ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. ആക്സ് വടക്കാഞ്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, നഗരസഭാ കൌൺസിലർ PN വൈശാഖ്, ആക്സ് ജില്ലാ വൈസ് പ്രസിഡന്റ് CR വത്സൻ, വടക്കാഞ്ചേരി ബ്രാഞ്ച് രക്ഷാധികാരി അജിത് കുമാർ, ട്രഷറർ V അനിരുദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ സ്വപ്നസൗധം ഭവന നിർമ്മാണ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ഓഫർ ലെറ്റർ വിതരണം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഖാദറിന് ഭദ്രപദം അവാർഡ് സമർപ്പിച്ചു. മാധ്യമ പുരസ്കാര ജേതാക്കളായ TD ഫ്രാൻസിസ്, ശിവപ്രസാദ് പട്ടാമ്പി എന്നിവരെ ആദരിച്ചു. 25ാമത് സബ് ജൂനിയർ ഉഷു ദേശീയ പ്രവർത്തനത്തിന്റെ മഹത്വം നിഷ്കാമ കർമ്മ ഇന്ത്യയിൽ IMA ഇമേജ് ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ മിഡ്സോൺ കസ്റ്റമർ മീറ്റ് നാളെ തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9-ന് IMA മുൻ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ RV അശോകൻ ഉദ്ഘാടനം ചെയ്യും. ഇമേജ് ചെയർമാൻ ഡോക്ടർ എബ്രഹാം വർഗീസ്, സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണകുമാർ, ട്രഷറർ ഡോക്ടർ പവൻ മധുസൂദനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ അവകാശ ദിനം ആചരിച്ചു. മുല്ലശ്ശേരി പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ICTS ഓഫീസിന് മുന്നിൽ നടന്ന അവകാശ ദിനാചരണം CITU ജില്ലാ കമ്മിറ്റി അംഗം CK വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രൊജക്ട് പ്രസിഡന്റ് KR രമ്യ അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, പ്രൊജക്ട് സെക്രട്ടറി NB ജയ, KR ഗീത, ശ്രീജ മോഹനൻ എന്നിവർ സംസാരിച്ചു. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഇയർ ബാലൻസ് എന്ന ഗുരുതരമായ രോഗാവസ്ഥയെ മരുന്നില്ലാതെ സുഖപ്പെടുത്തുന്ന ഒരു ഡോക്ടറെ കുറിച്ചായിരുന്നു ആ പോസ്റ്റ്. ചന്ദ്രാപിനി സ്വദേശിയായ ഡോക്ടർ MR രവി ആയിരുന്നു ലാലിന്റെ പോസ്റ്റിലെ താരം. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോസ്റ്റ് വൈറലായി. ഒപ്പം ഡോക്ടർ രവിയുടെ ഫോണിലേക്ക് പരിചിതരും അപരിചിതരുമായ നിരവധി പേരുടെ ഫോൺ കോളുകൾ ഒഴുകിയെത്തി. ഇയർ ബാലൻസ് രോഗബാധിതരായിരുന്നു വിളിച്ചവരിൽ ഭൂരിഭാഗവും. കഴിഞ്ഞ 8 വർഷമായി ഈ രംഗത്ത് പ്രശസ്തനാണ് ഡോക്ടർ രവി. വർഷങ്ങളോളം ഈ രോഗാവസ്ഥ മൂലം കഷ്ടപ്പെടുന്നവർക്ക് നിമിഷങ്ങൾക്കുള്ളിൽ മരുന്നില്ലാതെ ഡോക്ടർ അസുഖം മാറ്റിക്കൊടുക്കും. നിരവധി മരുന്നുകൾ കഴിച്ചിട്ടും രോഗം മാറാതെ നിരാശയിലാഴുന്നവരെല്ലാം രവി ഡോക്ടറെ കണ്ട് സന്തോഷത്തോടെ മടങ്ങും. അവരുടെ അസുഖം പൂർണ്ണമായി മാറിയെന്ന് ഡോക്ടറെ വിളിച്ചറിയിക്കും.
ദിനംപ്രതി നിരവധി പേരാണ് ഇത്തരത്തിൽ ഡോക്ടറെ തേടിയെത്തുന്നത്. 2006 വയനാട്ടിൽ നിന്ന് DMO ആയാണ് ഡോക്ടർ രവി സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. 8 വർഷം മുമ്പ് തനിക്ക് അനുഭവപ്പെട്ട ഇയർ ബാലൻസ് പ്രശ്നത്തിന് മറ്റുള്ളവരെ പോലെ ഡോക്ടർ രവിയും മരുന്ന് കഴിച്ചു. 2 ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിച്ചു. പക്ഷെ പിന്നീട് ഭാര്യയ്ക്ക് സമാന അവസ്ഥ വന്നപ്പോഴാണ് ഇതേക്കുറിച്ച് ഡോക്ടർ പഠനം നടത്തുന്നത്. ലളിതമായ ചില വ്യായാമങ്ങൾ ഈ അസുഖത്തിന് ഉപകാരപ്രദമാകുമെന്ന തിരിച്ചറിവ് ഭാര്യയിൽ പരീക്ഷിച്ചതോടെ ഡോക്ടർ വിജയം കണ്ടു. അന്ന് തൊട്ട് തന്റെ അടുത്തെത്തുന്ന രോഗികളിലും ഡോക്ടർ ഈ പരീക്ഷണങ്ങൾ ആവർത്തിച്ചു. 8 വർഷത്തിനുള്ളിൽ 30,000-ലധികം പേർക്ക് പൂർണ്ണമായും അസുഖം മാറ്റാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് രവി ഡോക്ടർ. ഒരു 8 വർഷം മുമ്പ് എനിക്കിത് വന്നു. അപ്പോഴാണ് എൻ്റെ ഭീകരാവസ്ഥ എനിക്ക് മനസ്സിലായത്. ഇതൊരു നിസ്സാര കാര്യമാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് മനുഷ്യനെ ഒന്നിനും കൊള്ളാണ്ടാക്കണം, ജീവിക്കാൻ തന്നെ ആഗ്രഹം ഇല്ലാണ്ടാക്കാവുന്ന തരത്തിലുള്ള രോഗം. പക്ഷേ ഇതിന് എക്സിസ്റ്റിംഗ് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇതിന് എഫക്റ്റീവായിട്ട് ഇല്ല എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ അന്വേഷിക്കുകയും നെറ്റിലൊക്കെ ഒരു എക്സ്റ്റെൻസീവായിട്ടൊരു റിസർച്ച് തന്നെ നടത്തിയിട്ടാണ് ഞാനത് കണ്ടുപിടിക്കാൻ പറ്റിയത്. എനിക്കിത് വന്നതിന് ശേഷം 1 മാസത്തിനുള്ളിൽ എൻ്റെ മിസ്സിസിന് ഇതേപോലെ തന്നെ വന്നു. എനിക്ക് തോന്നി ഞാൻ ഈ മനസ്സിലാക്കി വെച്ച പ്രൊസീജിയർ ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ തോന്നി. 10 മിനിറ്റിനുള്ളിൽ അത് കംപ്ലീറ്റ് മാറിപ്പോയി. അപ്പോഴാണ് ഇതിൻ്റെ എഫക്റ്റീവ്നെസ് എനിക്ക് മനസ്സിലായത്. അന്ന് തൊട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. ഇഷ്ടംപോലെ ആൾക്കാർ, അതായത് എല്ലാവർക്കും മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇക്കഴിഞ്ഞ മെയ് 31 ഡോക്ടറെ കുറിച്ചറിഞ്ഞിരുന്ന മോഹൻലാലിന്റെ സിംഗപ്പൂരിലുള്ള അടുത്ത ബന്ധു രവി ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെട്ട ഇയർ ബാലൻസ് പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. തിരിച്ച് വീഡിയോ കോൾ വിളിച്ച് ലളിതമായ വ്യായാമത്തിലൂടെ ഡോക്ടർ അതിന് പരിഹാരം കാണുകയും ചെയ്തു. ഇക്കാര്യം മോഹൻലാലുമായി പങ്കുവച്ചപ്പോൾ ഡോക്ടറെ നേരിൽ കാണണമെന്ന ലാലിന് ആഗ്രഹം. ജൂൺ 23 ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ലാൽ മടങ്ങുന്ന വഴി പുലർച്ചെ ഡോക്ടറുടെ വീട്ടിലെത്തി. 1 മണിക്കൂർ കഴിഞ്ഞാണ് ലാൽ മടങ്ങിയത്. സമൂഹത്തിൽ ഇത്തരം മനുഷ്യരാണ് യഥാർത്ഥ ഹീറോകൾ. അതുകൊണ്ട് തന്നെ ഈ ഹീറോയെപ്പറ്റി അദ്ദേഹത്തിന്റെ പിന്തുണയും സഹായവും രക്ഷയായേക്കാവുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി പറയണമെന്ന് തോന്നി എന്ന വരിയോടെയാണ് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. TCV ന്യൂസ്, കയ്പമംഗലം. കൗഡാലി കടമ്പോട് ആനന്ദകലാ സമിതി വായനശാലയിൽ കടമ്പോട് ALP സ്കൂൾ വിദ്യാർത്ഥികൾ സന്ദർശനം നടത്തി. വായനയുടെ മഹത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി റിട്ടയർഡ് അധ്യാപകൻ PA രവി കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. വായനശാല സെക്രട്ടറി PS അംബുജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. അധ്യാപിക സൂര്യ, ഉഷാമണി, KR ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു. ലഹരിമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി അഴീക്കോട് ഗവൺമെന്റ് UP സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. മേനോൻ ബസാറിൽ നടന്ന പരിപാടിയിൽ സോഷ്യൽ സർവീസ് വളണ്ടിയർമാരായ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നൃത്തശില്പം, ലഘുനാടകങ്ങൾ എന്നിവ അവതരിപ്പിച്ചു. എറിയാട് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മുഹമ്മദ് ഷഫീഖ് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക പുഷ്കല, റിട്ടയർഡ് റിൻഡ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ വിവിധ സ്കൂളുകളുടെ എല്ലാം നേതൃത്വത്തിൽ കാരമുക്ക് വില്ലേജ് ഓഫീസർ ശ്രീലതയുടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് കാരമുക്ക് വില്ലേജ് ഓഫീസിൽ കൂട്ടായ്മയൊരുക്കി. വാർഡംഗം കവിത അധ്യക്ഷത വഹിച്ചു. വില്ലേജ് അസിസ്റ്റന്റ് ഷനിൽ പ്രകാശൻ, ഹരിദാസൻ, പ്രഭാത് തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിന്റെ നേതൃത്വത്തിൽ വനത്തിൽ നിക്ഷേപിക്കാൻ വിത്തുണ്ടകൾ തയ്യാറാക്കി. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സഹകരണത്തോടുകൂടിയാണ് വിത്തുണ്ടകൾ തയ്യാറാക്കിയത്. വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KS ഷിനോജ്, സ്കൂൾ പ്രധാനാധ്യാപിക M മഞ്ജുള, സെഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ KP സന്തോഷ്, രാജേഷ് ജോർജ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ PS സനു എന്നിവർ നേതൃത്വം നൽകി.
ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ശനിയാഴ്ച നടക്കും. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ വേണുഗോപാല മേനോൻ ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് PD ദിനേശ്, നിയുക്ത സെക്രട്ടറി അഡ്വക്കേറ്റ് K കുഞ്ഞുമോൻ, ട്രഷറർ സജിലേഷ്, ബാലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ ചിറളയം BCG സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഗ്രാഫ്റ്റ് ചെയ്ത കശുമാവിൻ തൈകൾ വിതരണം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ സ്റ്റാർലിറ്റ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ സജിനി പ്രേമൻ, പ്രിയ സജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ വിദ്യാർത്ഥികൾക്കും ഇന്ന് സൗജന്യമായി കശുമാവ് തൈ വിതരണം ചെയ്യുകയാണ്. ഇത് മംഗലാപുരത്തുള്ള അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷനിൽ നിന്നും വന്നിട്ടുള്ള തൈയാണ്. കൊടുങ്ങല്ലൂരിൽ കച്ചവട സ്ഥാപനത്തിൽ തീപിടുത്തം. ഫയർഫോഴ്സ് തീയണച്ചു. ചന്തപ്പുര ജംഗ്ഷനിൽ പൂർണിമ കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ചിക്കിങ്സ് എന്ന സ്ഥാപനത്തിന്റെ അടുക്കളയിലെ ചിമ്മിനിയിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായത്. അടുത്തുള്ള സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ വിവരമറിയിച്ചതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കാര്യമായ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ PS നൌഷാദ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ KS അജിത്, GR ദാനേഷ്, സനൽ റോയ്, നിഖിൽ രാജ്, വിഷ്ണുദാസ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ അഴീക്കോട് IMUP സ്കൂളിന്റെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബിജു ജോസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നൌഷാദ് ഖൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. നഴ്സറി വിഭാഗം PTA പ്രസിഡന്റ് PA മനാഫ്, PTA വൈസ് പ്രസിഡന്റ് സറീന സഗീർ, പ്രധാനാധ്യാപിക KB ജാസ്മിൻ എന്നിവർ നേതൃത്വം നൽകി. கடவுள் விளங்க முடியாது கொன்று மிருகம் கொன்று கடவுள். മാള വിദ്യാഭ്യാസ ഉപജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എഴുത്തും വായനയും ഗണിതശാസ്ത്രത്തിലെ ചതുഷ്ക്രിയകളും ഉറപ്പാക്കി. മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി R ബിന്ദു അക്ഷരഗണിതം പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തുമെന്ന് AEO KK സുരേഷ്, BBC ഡോക്ടർ P ലിജു, വികസന സമിതി കൺവീനർ CA മുഹമ്മദ് റാഫി എന്നിവർ അറിയിച്ചു. കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയവർക്കും +2 പരീക്ഷയിൽ 90% മാർക്ക് നേടിയവർക്കും 2020 പാർട്ടി ആദരം നൽകും. ശനിയാഴ്ച പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് ചാർലി പോൾ ആദരം ഉദ്ഘാടനം ചെയ്യുമെന്ന് 2020 നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ്, സണ്ണി പള്ളിപ്പാടൻ, ജാൻസൺ ജോസഫ് തുടങ്ങിയവർ അറിയിച്ചു. മായന്നൂർ ജവഹർ നവോദയ വിദ്യാലയത്തിൽ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം K രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ അധ്യക്ഷത വഹിച്ചു. VMC അംഗം CA സുനിൽകുമാർ, PTC അംഗം CB ജോർജ്, ജവഹർ നവോദയ പ്രിൻസിപ്പാൾ S ബിന്ദു, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ N ദിനേശ് തുടങ്ങിയവർ പങ്കെടുത്തു. വാണിജ്യം. രുചിയൂറും ഭക്ഷണ വിഭവങ്ങളുമായി കാലിക്കറ്റ് പാരഡൈസ് റെസ്റ്റോറന്റ് തൃശൂർ വെളിയന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. വ്യത്യസ്തമായ രുചിഭേദങ്ങൾ ഭക്ഷണപ്രേമികൾക്ക് സമ്മാനിച്ചാണ് കാലിക്കറ്റ് പാരഡൈസ് റെസ്റ്റോറന്റ് തൃശൂർ വെളിയന്നൂരിൽ മാതൃഭൂമി ഓഫീസിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിനെത്തിയ കുരുന്നുകൾ ചേർന്ന് റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മലബാറിന്റെ രുചിപ്പെരുമ ഇനി തൃശൂരിലും ലഭിക്കും എന്നതാണ് പ്രത്യേകത. റെസ്റ്റോറന്റ് ഉടമകൾ, ബന്ധുമിത്രാദികൾ, പ്രമുഖരായ വ്യക്തികൾ,
സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. മലബാറിലെ സ്പെഷ്യൽ വിഭവങ്ങളായ ഫിഷ് മാംഗോ കറി, പോത്ത് മല്ലി പെരളാൻ, ബീഫ് ഇസ്റ്റു, ലഗൂൺ ചിക്കൻ ബിരിയാണി, കൊണ്ടോട്ടി ചിക്കൻ വിങ്സ്, മുംബൈ ഹാജ്ലി ഫ്രഷ് ക്രീം തുടങ്ങിയവയുടെ വ്യത്യസ്തത ഇവിടെ ആസ്വദിക്കാനാകും. വിവാഹങ്ങൾക്കും മറ്റ് ഫംഗ്ഷനുകൾക്കുമുള്ള രുചികരമായ വിഭവങ്ങൾ തയ്യാറാക്കി നൽകും. വിപുലമായ പാർക്കിംഗ് സൗകര്യവും കാലിക്കറ്റ് പാരഡൈസ് റെസ്റ്റോറന്റിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9562367000. പ്രധാന വാർത്തകൾ വീണ്ടും. CPI ജില്ലാ സമ്മേളനം ഇരിങ്ങാലക്കുടയിൽ തുടരുന്നു. കോൺഗ്രസ് ബൂർഷകളുടെ പാർട്ടിയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ധരിച്ച മാലയിൽ പുലിപ്പല്ലുണ്ടെന്ന പരാതിയിൽ വനം വകുപ്പ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. തൃശൂർ സ്വദേശി AA മുഹമ്മദ് ഹാഷിം നൽകിയ പരാതിയിലാണ് അന്വേഷണം. മുക്കാട്ടുകരയിൽ ട്രെയിലർ ലോറി ഇടിച്ച് കലുങ്കിന്റെ ഭിത്തി തകർന്നു. മുരിങ്ങുങ്ങൽ മുപ്ലി റോഡിലൂടെ അമിതഭാരം കയറ്റിയ തടി ലോറികൾ പോകുന്നത് നാട്ടുകാർ തടഞ്ഞു. ചേറ്റുവ പടന്ന ചീപ്പിനോട് ചേർന്നുള്ള പാലം തകർച്ചാ ഭീഷണിയിൽ. പാലത്തിന്റെ അടിഭാഗങ്ങളിൽ കോൺക്രീറ്റ് അടർന്ന നിലയിൽ. പാവറട്ടി മനപ്പടിയിൽ വീട്ടിൽ മോഷണ ശ്രമം. മേലിട്ട് ജോസിന്റെ വീട്ടിൽ 3 മാസത്തിനിടെ 2ാം തവണയാണ് മോഷണ ശ്രമം നടക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.